നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ബി. ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ട് തേടി. തൃശൂർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവാദ പരാമർശത്തിന്റെ ദൃശ്യങ്ങൾ തെരഞ്ഞെടുപ്പ് ഓഫീസർ ശേഖരിച്ചു. താൻ നടത്തിയ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഗുരുവായൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ബി. ഗോപാലകൃഷ്ണൻ. താൻ വർഗീയ പരാമർശമല്ല നടത്തിയത്. ഗുരുവായൂരിലെ സാധാരണ വോട്ടർമാർ ഉയർത്തുന്ന ചോദ്യങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. ജില്ലയിൽ വിവിധ മണ്ഡലങ്ങളിലായി ഇതുവരെ 44 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗം പേരും പത്രിക നൽകിയിട്ടുണ്ട്. തൃശൂരിൽ വിമതനായ പത്രിക നൽകിയ ജയപ്രകാശ് പൂവത്തിങ്ങലിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമം. ജയപ്രകാശുമായി DCC, KPCC ഭാരവാഹികൾ ആശയവിനിമയം നടത്തി. ചാലക്കുടി മണ്ഡലം LDF സ്ഥാനാർത്ഥി ബിജു എസ് ചിറയത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി CITU ചുമട്ടുതൊഴിലാളി യൂണിയൻ കൊടകര പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം EA ജയതിലകൻ ഉദ്ഘാടനം ചെയ്തു. UDF നാട്ടിക നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് നിർവഹിച്ചു. നിയോജക മണ്ഡലം ചെയർമാൻ ബിജു കുണ്ടുകുളം അധ്യക്ഷത വഹിച്ചു. പാലയൂർ മഹാതീർത്ഥാടനത്തിന് തുടക്കമായി. പുലർച്ചെ 5-ന് തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ മാർ ആൻഡ്രൂസ് താഴത്ത് പേപ്പൽ പതാക കൈമാറി പദയാത്രയ്ക്ക് തുടക്കം കുറിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീഗുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് കൊടിയിറങ്ങി. ഉത്സവത്തിന് സമാപനം കുറിച്ച് ക്ഷേത്രാങ്കണത്തിൽ പട്ടാരി സമുദായക്കാർ വെന്നിക്കൊടി നാട്ടി കുമ്പളങ്ങ ബലിയർപ്പിച്ചു. ശനിയാഴ്ച അന്തരിച്ച കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ പുത്തൻകോവിലകം കുഞ്ഞുണ്ണിരാജയ്ക്ക് നാട് വിട നൽകി. കൊടുങ്ങല്ലൂരിൽ ശൃംഗപുരത്തുള്ള പുത്തൻകോവിലകത്തായിരുന്നു സംസ്കാരം. അനന്തരവൻ മനോജ് വർമ്മ ചിതയ്ക്ക് തീകൊളുത്തി. കാട്ടകാമ്പൽ സ്രായിൽ സ്വദേശിയായ യുവാവിനെ വീടുകയറി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും വീട്ടുപകരണങ്ങൾ തകർക്കുകയും ചെയ്ത സംഭവത്തിൽ 3 BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറയങ്ങാട് കുനിയത്ത് വീട്ടിൽ ആദിത്യൻ, കാട്ടകാമ്പൽ സ്വദേശി ദേവപ്രസാദ്, കളത്തിൽ വീട്ടിൽ ദീപക് എന്നിവരാണ് പിടിയിലായത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ 2 ആഴ്ചയായി തുടരുന്ന പാചകവാതക ക്ഷാമം അതിരൂക്ഷമാകുന്നു. സിലിണ്ടർ വിഹിതം വർദ്ധിപ്പിച്ച തീരുമാനം വന്നതോടെ നാളെ നടത്താനിരുന്ന പ്രതിഷേധം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മാറ്റിവെച്ചു. മൈസൂരിൽ ജോലിസ്ഥലത്തുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വേലൂർ സ്വദേശിയായ യുവാവ് മരിച്ചു. വേലൂർ ചുണ്ടപ്പരയ്ക്കൽ സുബ്രഹ്മണ്യന്റെ മകൻ 36 വയസ്സുള്ള സുഭാഷാണ് മരിച്ചത്. ചേറൂരിൽ വൈദ്യുതി തൂണിൽ ബൈക്കിടിച്ച അപകടം. ശനിയാഴ്ച പുലർച്ചെയാണ് അപകടം നടന്നത്. അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. വരാക്കര ചുക്കിരിക്കുന്നിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 20 കോഴികൾ ചത്തു. ചുക്കിരിക്കുന്ന് മടത്തുംപിടി ജോസിന്റെ കോഴികളാണ് ചത്തത്. കുന്നംകുളം കാണിപ്പയ്യൂർ ഉഭയൂർ സുബ്രഹ്മണ്യ ക്ഷേത്രം ഏർപ്പെടുത്തിയ പ്രഥമ ക്ഷേത്ര കലാനിധി പുരസ്കാരം പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാചാര്യൻ മണലൂർ ഗോപിനാഥിന്. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. മാർച്ച് 28-ന് ഉഭയൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് പുരസ്കാരം വിതരണം ചെയ്യും. ഇളവള്ളി ബത്സൈദ അഗതി ആശ്രമത്തിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഒഡീഷ സ്വദേശിനിയായ 26 വയസ്സുള്ള സമിതയാണ് മരിച്ചത്. വേലൂർ പുലിയന്നൂരിൽ നിന്നും 418 കിലോ കൊപ്ര മോഷ്ടിച്ച കേസിൽ 2 പേർ പിടിയിൽ. വേലൂർ ചുങ്കം കോടശ്ശേരി തലപ്പുള്ളി വീട്ടിൽ സജിത്, കക്കാട് വീട്ടിൽ സനീഷ് എന്നിവരാണ് പിടിയിലായത്. പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ CPM BJP ഡീലുണ്ടെന്ന ആരോപണം ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാലക്കാട് ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തി UDF വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നും സതീശൻ ആരോപിച്ചു. BJP LDF സഖ്യമെന്നത് പ്രതിപക്ഷ നേതാവിന്റെ കള്ളപ്രചരണമാണെന്ന് NDA ഉപാധ്യക്ഷൻ AN രാധാകൃഷ്ണൻ. നിരവധി BJP പ്രവർത്തകരെ കൊലപ്പെടുത്തിയ CPM-വുമായി BJP സഖ്യത്തിലാണെന്ന് പറയുന്ന VD സതീശൻ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്നും AN രാധാകൃഷ്ണൻ ചോദിച്ചു. തൃശൂർ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ടായിരുന്ന BJP മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീശൻ അടിയാട്ട് പിൻവാങ്ങിയതായി NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ അറിയിച്ചു. BJPയോടുള്ള അച്ചടക്കപൂർണമായ സമീപനമാണ് ശ്രീശൻ ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നതെന്ന് പത്മജ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. കൊടുങ്ങല്ലൂരിലെ LDF സ്ഥാനാർത്ഥി VR സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാളയിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ കമ്മിറ്റി അംഗം M രാജേഷ് അധ്യക്ഷനായി. പുതുക്കാട് മണ്ഡലം UDF കൺവെൻഷൻ ആമ്പല്ലൂരിൽ ചേർന്നു. ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ KL ജോസ് അധ്യക്ഷത വഹിച്ചു.
LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ചാഴൂർ പഞ്ചായത്ത് കൺവെൻഷൻ VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. KM ജയദേവൻ അധ്യക്ഷനായി. മണലൂരിലെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ചിറ്റാട്ടുകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം ബേബി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. CPI മണ്ഡലം കമ്മിറ്റി അംഗം TC മോഹനൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാനായി ചിറക്കൽ കോവിലകം ചന്ദ്രമോഹൻ രാജ സ്ഥാനമേൽക്കും. കുഞ്ഞുണ്ണി രാജയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും സ്ഥാനമേറ്റെടുക്കൽ. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കാവുതീണ്ടലിനിടെ തിരക്കിൽപ്പെട്ട് കോമരം കുഴഞ്ഞു വീണ് മരിച്ചു. ഊരകം സ്വദേശിനി ചെറുവത്തൂർ പണിയിൽ വീട്ടിൽ 67 വയസ്സുള്ള രാധമ്മയാണ് മരിച്ചത്. നാട്ടിക ബീച്ച് ആരിക്കിരി ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. കൊടിയേറ്റത്തിന് ക്ഷേത്രം തന്ത്രി CS സന്തോഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വാഴാനി തൊട്ടിക്കവളപ്പിൽ രുദ്രമാല വിഷ്ണുമായ ക്ഷേത്രത്തിൽ തിറവെള്ളാട്ട് മഹോത്സവം ആഘോഷിച്ചു. ഗുരുവായൂർ മോഹൻ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കളംപാട്ടിന് സുനിൽ പെരിങ്ങോട്ടുകര നേതൃത്വം നൽകി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.